ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല റാഗിയും അതുപോലെ ക്യാരറ്റ് ഉപയോഗിച്ച് ചൂട് സമയത്തും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ 3 ക്യാരറ്റാണ്. ഒത്തിരി വലിയ ഒരു മീഡിയം സൈസാണ് ഇതിൽ. അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ ചതുരത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചില്ലേ നമുക്ക് ഈ പച്ചയ്ക്ക് തന്നെ ജ്യൂസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. പക്ഷേങ്കിൽ വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഒരു ചെറിയൊരു ക്യാരറ്റ് പച്ചയ്ക്കാകുമ്പോൾ ഒരു കമർപ്പ് വരും. അപ്പം കുടിക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ നമ്മളൊന്ന് വേവിച്ചെടുക്കാമെങ്കിൽ ആ ഒരു കമർപ്പ് മാറിക്കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വേവിച്ചെടുക്കാം. ക്യാരറ്റ് തന്നെ ഞാനിങ്ങനെ വട്ടത്തിൽ ഇത്രയും കനത്തിൽ അപ്പം നടുക്കൂടെ ഞാൻ ഇങ്ങനെ പൊളന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊളന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു വിസിലടിച്ച് പിന്നെ ഒരു ചെറിയ ആവി കയറ്റി ഒന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റാഗി അപ്പം കുറുക്കിയെടുക്കാം. ഈ സ്പൂണിന് ഞാൻ 2 സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത് മതി. ഇനി അതിലേക്ക് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം, പാൽ വേണമെങ്കിൽ പാലാണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ റാഗി തന്നെ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ റാഗി ഇവിടെ തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അടിയിൽ എളുപ്പം ഇത് കുറുകി അങ്ങ് പിന്നെ അടിക്ക് ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. ഇത് രണ്ടും ആറിയ ശേഷം ഞാൻ പാൽ ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ റാഗി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ അളവ് വേണമെങ്കിൽ കൂടുതൽ അളവ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസിൻ്റെ അളവ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച ആ വെള്ളത്തോടുകൂടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതുപോലെ നമ്മുടെ ഇതെല്ലാം ആറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് റാഗി. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും റാഗി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ തേൻ ഉപയോഗിച്ചാൽ മതി. അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് പാലാണ്. തണുത്ത പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും റാഗിയും കൂടെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ജ്യൂസ് ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.